ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കയ്യിൽ ബാൻഡേജ് ഇട്ടുന്നത് എന്താ വെച്ചാൽ വർക്കൗട്ട് ചെയ്യാനാണ്. അപ്പോൾ കയ്യിൽ കമ്പി ഇട്ടിട്ടുണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ബാൻഡേജ് ഇട്ടുക. അപ്പോൾ വയറൊക്കെ ചാടിയുണ്ട് നല്ലോണം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 60 days ചലഞ്ച്. അപ്പോൾ അത് ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ കറക്റ്റ് 60 days ആകുമ്പോൾ നെക്സ്റ്റ് ഇയർ ആവും. അപ്പോൾ എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആവുമെന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കൈയൊക്കെ എടുത്ത് കറക്കിയിട്ട് പിന്നെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പുഷപ്പൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുന്നുണ്ട് നല്ലോണം പെയിനാവും. പിന്നെ പ്ലേറ്റ് പൊട്ടുവാണെങ്കിൽ ഒന്നേന്നിന് പ്ലേറ്റ് ഇടേണ്ടി വരും. സോ ദാറ്റ് അപ്പോൾ സ്ട്രെച്ചിങ്ങും ചെറിയ രീതിക്കുള്ള വർക്കൗട്ട്, ആപ്സിനുള്ള വർക്കൗട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. വയറ്റിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ലൈറ്റായിട്ടൊക്കെ വയറ് കുറയ്ക്കാനായിട്ട് ചെറിയ ചെറിയ വർക്കൗട്ടുകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വർക്കൗട്ടുകൾ എന്ന് വെച്ചാൽ ഹാർഡായിട്ടല്ലാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ എഫക്റ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് നല്ലോണം കണ്ടൻറ്റ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാക്കിൽ എൻ്റെ ഹെൽമെറ്റ് ഇരിപ്പുണ്ട് ഗ്രീൻ കളർ, വേറൊന്നുണ്ടായിരുന്നു, അത് ആക്സിഡൻറ്റിൽ പോയി. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, നല്ലോണം വേർത്തിട്ടുണ്ട്. അപ്പോൾ മാറ്റമുണ്ട്, ഫസ്റ്റ് വർക്കൗട്ടിൽ തന്നെ മാറ്റമുണ്ട്. വയറൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. സോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.